എല്ലാവർക്കും നമസ്കാരം. ജനങ്ങൾ ഇടതു മുന്നണിയോട് അകന്നു എന്നും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം എന്നും CPI സംസ്ഥാന സെക്രട്ടറി. രാഷ്ട്രീയ പ്രക്രിയയുടെ എല്ലാ തലങ്ങളിലും ജനങ്ങൾ തന്നെയാണ് വലിയവനെന്ന് ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടായി എന്നാണ് അതിന് പറയുന്ന ഒരു കാരണം. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ CPIക്ക് നിലവിൽ 16 MLA ഉള്ളത്. 16 MLA-മാരിൽ 4 പേര് മന്ത്രിമാരാണ്. ഇനി ഇവരുടെ വകുപ്പുകൾ ഈ CPI ഭരിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് നോക്കിയാൽ CPI ഭരിക്കുന്നതും ജനത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത ഒന്നാമത്തെ വകുപ്പാണ് കൃഷി വകുപ്പ്. മന്ത്രിയുടെ പേര് P. പ്രസാദ്. വകുപ്പുകൾ അങ്ങേരുടെ കയ്യിൽ 5 എണ്ണം ഉണ്ട്. പ്രൈവറ്റ് സെക്രട്ടറിമാർ 4 എണ്ണം ഉണ്ട്. അങ്ങേരുടെ കീഴിൽ ഗവൺമെൻറ് ജീവനക്കാരായിട്ട് 9157 പേരുണ്ട്. പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരായിട്ട് 7099 പേരുണ്ട്. എല്ലാം കൂടെ 16256 പേര് അങ്ങേരുടെ കയ്യിലുണ്ട്. ഈ വകുപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയ കൃഷി പ്രോത്സാഹനം, നിലവാരമുള്ള വിത്ത് വിതരണം, വള വിതരണം, മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം, ജലസ്രോതസ്സുകളെ നിയന്ത്രിക്കുക, യന്ത്രവൽകൃത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, പുതിയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, കൃഷിക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത്. നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്, ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നില്ലേ കഴിഞ്ഞ 2 ഭരണകാലവും? ഈ പറഞ്ഞതെല്ലാം ഈ വോട്ട് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൃഷിക്കാരാണ്. ഈ കൃഷിക്കാരെ ഈ പരുവത്തിൽ നശിപ്പിച്ചെടുത്ത വകുപ്പ് ഭരിക്കുന്നത് CPI എന്ന് മാത്രമല്ല, ഈ LDF ഇതിനു മുമ്പ് കേരളം ഭരിച്ചപ്പോഴൊക്കെ തന്നെയും ഞാൻ മനസ്സിലാക്കുന്നത് മിക്കപ്പോഴും ഈ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തത് ഈ CPI എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നത്തെ അല്ലെങ്കിൽ കർഷകനെ ഇന്നത്തെ രീതിയിൽ ഇതുപോലെ ദരിദ്രരാക്കി കളഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ CPI. ഇതിൻ്റെ പുറകിൽ പണിയെടുത്തത് തുടക്കം മുതൽ ഈ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്ത്, ഇതിനു മുമ്പ് സുനിൽകുമാർ ആയിരുന്നു മന്ത്രി, അങ്ങേരും CPIയുടെ മന്ത്രി തന്നെയായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിലവിൽ കാർഷിക മേഖല ഇതുപോലെ ശാസ്ത്രീയ കൃഷി പ്രോത്സാഹനം കണ്ടമാനം പ്രോത്സാഹിപ്പിച്ചില്ലേ? വന്ന് ഒരു സാധനവും കേരളത്തിൽ ഇല്ലെന്നാക്കിയോ? ഇനി നിലവാരമുള്ള വിത്ത് വിതരണം കൊടുക്കുന്നില്ലേ? ഈ കൃഷി വകുപ്പ് എന്നത്തിനാണ് 9157 ജോലിക്കാരെന്നത്തിനാണ്? ഇവരെ കൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരാതിയുള്ള ഒരു വകുപ്പായി കൃഷി വകുപ്പ്. എന്തിനാന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വകുപ്പ്. ഇനി രണ്ടാമത്തെ വകുപ്പെന്ന് പറഞ്ഞാൽ റവന്യൂവാണ്. റവന്യൂ വകുപ്പിൻ്റെ മന്ത്രിയുടെ പേര് K. രാജൻ. അങ്ങേരുടെ കയ്യിലുള്ള വകുപ്പുകൾ 4, അങ്ങേർക്ക് പ്രൈവറ്റ് സെക്രട്ടറി 4, കീഴിലുള്ള ജീവനക്കാർ 19754 ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ 332, എല്ലാം കൂടെ 20086 ജോലിക്കാർ അങ്ങേരുടെ കയ്യിലുണ്ട്. ഈ റവന്യൂവിൻ്റെ കീഴിലുള്ളതാണ് വില്ലേജ്, താലൂക്ക്, ഒരു പരിധി വരെ പറഞ്ഞാൽ കളക്ടറേറ്റ്. ഈ സംവിധാനം എല്ലാം റവന്യൂവിൻ്റെ കീഴിലുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ ഭൂനികുതി പിരിക്കുക, പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുക, വസ്തുവിൻ്റെ തരം മാറ്റൽ, ഭൂമിയുടെ റെക്കോർഡുകൾ, പ്രകൃതി ദുരന്ത നിവാരണം, സർവേ, സർട്ടിഫിക്കറ്റ് വിതരണം, ക്ഷേമ പെൻഷൻ വിതരണം, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉത്തരവാദിത്തങ്ങൾ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇത്? ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഒടുക്കത്തെ ഭൂനികുതിയൊക്കെ കൂട്ടിവെച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ? റവന്യൂ. ഈ റവന്യൂ ഭരിക്കുന്നത് ആരാ? CPI. ഇനി അടുത്തത്, അതിനകത്തെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വസ്തു തരം മാറ്റൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ്. പട്ടയ പ്രശ്നം ഈ മലയോര ജില്ലകളിലെല്ലാം ഉണ്ട്. ഭൂനികുതി കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധാരാളം ഉണ്ട് റവന്യൂവായിട്ട്. CPIയുടെ വകുപ്പാണ്. അടുത്തത് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ഈ റേഷൻ കടയൊക്കെ കൊണ്ടു നടക്കുന്ന സംവിധാനം. മന്ത്രിയുടെ പേര് GR അനിൽ. ഞാൻ കേരളത്തിലെ എന്നെ കേൾക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഈ മന്ത്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് തന്നെ കേട്ടിട്ടുണ്ടോ? സിവിൽ സപ്ലൈസ് ഫുഡ് ആ വകുപ്പിൻ്റെ മന്ത്രിയാണ്. അങ്ങേരുടെ ഈ വകുപ്പ് 2 എണ്ണം. പ്രൈവറ്റ് സെക്രട്ടറിമാർ 2 വകുപ്പ് ഉള്ളെങ്കിൽ 4 പേരുണ്ട്. കീഴിലുള്ള സർക്കാർ ജീവനക്കാർ 2491 പേര്, പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ 10539 പേര്,
എല്ലാം കൂടെ 13,030 പേര് അങ്ങേരുടെ കയ്യിൽ. ഉത്തരവാദിത്തം എന്നൊക്കെയാണെന്ന് പറയാം. പൊതുവിതരണ ശൃംഖല വൃത്തിയായി നടക്കുക, ഭക്ഷ്യ പൂഴ്ത്തിവയ്പ് തടയുക, പിന്നെ ഉപഭോക്തൃ ബോധവൽക്കരണം സംരക്ഷണം ഒക്കെ നടത്തുക, അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക, സമയാസമയത്ത് റേഷൻ കാർഡ് പുതുക്കുക, പരാതികൾ പരിഹരിക്കുക, അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. കഴുകുമ്പോൾ ചുവപ്പ് കളറും നീല കളറും ഉള്ള അരി വരെയാണ് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഈയിടെ എങ്ങാണ്ട് ഹൈറേഞ്ചിലെങ്ങാണ്ട് കഴുകുമ്പോൾ നീല കളർ വരുന്ന അരി, ഇതൊക്കെ എവിടെ പോയി ചുവന്നുകൊണ്ട് വരുന്നോ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. മന്ത്രിയുടെ വകുപ്പാണ്. ഞാൻ തന്നെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർ വിതരണം ചെയ്യുന്ന മാവ് പൊട്ടിച്ചപ്പോൾ അതിനകത്തുനിന്ന് പുഴുവും എല്ലാം കൂടെ ഇറങ്ങിപ്പോകുന്ന വീഡിയോ നമ്മുടെ തന്നെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. റേഷൻ കടയിലെ അരിയുടെ 90% അരിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ വേണ്ടല്ലോ. ഇത് CPI ഭരിക്കുന്ന ഒരു വകുപ്പാണ്. ഇനി അടുത്ത CPI ഭരിക്കുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ്. അതിൻ്റെ മന്ത്രിയുടെ പേര് ജെ ചിഞ്ചു റാണി. വകുപ്പുകൾ 4 ഉണ്ട്. പ്രൈവറ്റ് സെക്രട്ടറിമാർ 4 ഉണ്ട്. കീഴിലുള്ള സർക്കാർ ജോലിക്കാരെ 8437 പേരുണ്ട്. പിന്നെ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ 1205 പേരുണ്ട്. എല്ലാം കൂടെ 9642 പേരുണ്ട്. ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത് മൃഗാശുപത്രികൾ, മൊബൈൽ മൃഗാശുപത്രികൾ, വാക്സിനേഷന്, രോഗപ്രതിരോധം, രോഗനിയന്ത്രണം, സങ്കര ഇനം മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കൽ, പകർച്ചവ്യാധി ഉള്ളവയെ കൊന്ന് നഷ്ടപരിഹാരം കൊടുക്കൽ, പാൽ, മുട്ട, ഇറച്ചി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, കൃഷിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇതൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് മലയാളിക്ക് പാല് കുടിക്കണേ തമിഴ്നാട്ടിൽ നിന്ന് വരണം, മലയാളി കോഴി തിന്നണേ തമിഴ്നാട്ടിൽ നിന്ന് വരണം, മലയാളിക്ക് മുട്ട വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടി വരണം. പൊന്നി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ പൊന്നിയുടെ വണ്ടി വന്നില്ലെങ്കിൽ കേരളത്തിൽ മുട്ട ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. പിന്നെ എന്തിനാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ്? ഇതിനകത്ത് രസം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കര ഇനം മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കൽ, രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്ക് ധാരാളം വിത്തുകാളകളുണ്ടെന്നുള്ളതാണ് ആകെ ഒരു പ്രയോജനം. അത് ഇലക്ഷൻ ആകുമ്പം ആരോപണം പ്രത്യാരോപണം ഒക്കെ ആയിട്ട് എഴുന്നേറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാര്യം പറഞ്ഞത് ജനങ്ങൾ ഇടതുമുന്നണിയോട് അകന്നെന്ന് കണ്ടുപിടിച്ചത് CPI ആണ്. ഈ CPI ഭരിക്കുന്ന 4 വകുപ്പുകൾ, കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞാൽ പൊതുജനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന 4 വകുപ്പുകളാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യവകുപ്പും കൂടെ ഉണ്ടെങ്കിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഏതാണ്ടായി എന്ന് പറയാം. അപ്പോൾ കൃഷിക്കാരനെ ഇതുപോലെ ഗതിയില്ലാത്തതാക്കിയത് ആരാന്ന് ചോദിച്ചാൽ CPI എന്ന് പറയാം. അത് കാലങ്ങളായിട്ട് ഇത് ഇങ്ങോട്ട് ഭരിച്ചുകൊണ്ട് വന്നത് CPI തന്നെ ആയതുകൊണ്ട് CPIൻ്റെ ഉത്തരവാദിത്തം ഏറ്റേ പറ്റുള്ളൂ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട്. അതുപോലെ റവന്യൂ വകുപ്പ് ഇന്ന് ഈ കാണിക്കുന്ന കൊള്ളരുതായികൾ എല്ലാത്തിൻ്റെ ഉത്തരവാദി CPI ആണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത് ഇപ്പം അവസാനം ഏത് പരുവത്തിലായി? ഒരുമാതിരിപ്പെട്ട സാധാരണക്കാർക്ക് ആർക്കും തന്നെ റേഷൻ കടയിലോട്ട് പോവുക പോലും വേണ്ടാത്ത അവസ്ഥയിലോട്ടായി. മൃഗസംരക്ഷണം ഈ പരുവത്തിലും. അപ്പോൾ ഈ പരുവത്തിൽ എത്തിച്ചുകൊണ്ട് വന്നിട്ട് LDFിൻ്റെ കൂടെ നിന്ന് ഇത്രയെല്ലാം വന്നു കഴിഞ്ഞിട്ട് പൊതുജനത്തിനോട് അകന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങളുടെ വകുപ്പൊന്ന് ശരിയാക്കിക്കേ. നിങ്ങളുടെ വകുപ്പ് ഉണ്ടാക്കി വെച്ച പേരുദോഷം, അത്രയും പേരുദോഷം അതാ ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ ഇടയ്ക്ക് പേരുദോഷം ഉണ്ടാക്കിയത്. ഈ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന 4 വകുപ്പുകളായത്. ജനം തിരിഞ്ഞു കുത്തിയെങ്കിൽ, LDFിനെതിരെ ജനം തിരിഞ്ഞു കുത്തിയെങ്കിൽ അതിനകത്ത് CPIക്കുള്ള ഉത്തരവാദിത്തം അതിഭയങ്കരമാണ്. അത് നിങ്ങൾ ആദ്യം കണ്ടെത്തി പരിഹരിക്കാനാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വകുപ്പുകളും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളൊന്ന് പരിഹരിച്ചേ. കേരളത്തിലെ കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും പരിഹരിച്ചാൽ തന്നെ LDFിനോടുള്ള ജനത്തിൻ്റെ വിരോധം തീരും. ഇവിടുത്തെ കർഷകൻ്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായി കിടക്കുന്നത്. കേരള ജനതയുടെ ഭൂരിഭാഗം ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയിലും ആയതുകൊണ്ട് അത് കാലാകാലങ്ങളിൽ പരിച്ച് മുടിച്ച് നശിപ്പിച്ച CPIക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഈ ഏറ്റവും പ്രധാനമായിട്ടും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങളാണ് ഈ LDFിനോട് ഏറ്റവും വലിയ വിരോധം ഉണ്ടാക്കാൻ കാരണം എന്ന് കണക്കുകൾ വെച്ച് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.